ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിരിക്കുകയാണോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിരിക്കുകയാണോ? ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ടാവും എന്ന് തോന്നുന്നു. ഒരു കുറുമയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നിരുന്നു നമ്മുടെ മുട്ടക്കുറുമയുടെ വീഡിയോയിൽ ചിക്കൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈസി പ്രഷർ കുക്കർ ചിക്കൻ കുറുമയാണ്. ഇത് കണ്ടോ, നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി നല്ല അടിപൊളി ചിക്കൻ കുറുമ പൊറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി പ്രഷർ കുക്കർ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 സവോള എടുത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3 സവോള എടുക്കുക, ഇല്ലെങ്കിൽ 2 സവോള മതി. വലിയ സവോളയാണെങ്കിൽ 1.5 സവോള മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി വേണ്ട. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 6 എടുക്കാം. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ എണ്ണം കൂടുതൽ എടുക്കുക. 4 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ആയതുകൊണ്ട് 4 എണ്ണം, ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാം. പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 10 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്യൂനട്ടും ആൽമണ്ട്സും ആണ്. അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ആൽമണ്ട്സും. എണ്ണ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കുക. ഇത് നമുക്ക് അരച്ചെടുക്കാനാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ചേർത്തൊന്ന് ചതച്ചെടുക്കണം. സവോള നീളത്തിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. സാധാരണ കറികൾക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള പച്ചമുളക് എടുത്തിരിക്കുന്നതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. തക്കാളിയും നീളത്തിൽ കനം കുറച്ച് മുറിച്ച് വയ്ക്കുക. ബാക്കി ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സവോള നമ്മളിതാ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കുറുമ ചെയ്യുന്നതാണ് ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 പീസ് പട്ട, അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 1 ഏലക്ക ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോഴാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. കുറുമ വൈറ്റ് കളറിൽ മതി എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. പക്ഷേ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. 1/2 ടീസ്പൂൺ മതി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വലിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുക്കറിൽ കരിഞ്ഞു പിടിക്കരുതല്ലോ, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനൊരു 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 240 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. ഇപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ വല്ലാതെ കുഴഞ്ഞു പോകും. ഞാൻ പച്ചമുളകും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകൊക്കെ ചിക്കൻ ചേർക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കട്ടെ. ഈ കുക്കറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലിയ കുക്കറായതുകൊണ്ട് 3 വിസിൽ വന്നാലേ കുക്കായി കിട്ടുള്ളൂ. ചെറിയ കുക്കറാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഇതൊന്ന് 3 വിസിൽ വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ
ആൽമണ്ട്സിൻ്റെ തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ആൽമണ്ട്സിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈസി പ്രിപ്പറേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആൽമണ്ട്സൊക്കെ തൊലിയോടുകൂടി തന്നെ അരഞ്ഞ് കിട്ടട്ടെ. തൊലിയോടുകൂടി നമ്മൾ കഴിക്കുന്നതല്ലേ, പിന്നെ ഇപ്പോൾ തൊലി മാറ്റിയിട്ട് അരച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കറിയുടെ കളറിൽ ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ടും ആൽമണ്ട്സും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റൈസിൻസ് ആണ്. അതും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് റൈസിൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ കുക്കറിന് 3 വിസിൽ വന്നു, പ്രഷറൊക്കെ പോയി. നമുക്ക് തുറക്കാം. ഇപ്പോൾ കണ്ടോ, സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ ആദ്യം സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ, ഒരു വിസിലിൽ കൂടുതൽ വേവിക്കരുത്, ഒരു വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഒരു വിസിലിൽ കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ കലങ്ങിപ്പോവും. അത്രയും സോഫ്റ്റാണ്. അതുകൊണ്ട് വേഗം തന്നെ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ മറന്നു പോരുത്. കുറച്ച് ഒരു 1/4 കപ്പെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ചിക്കൻ കുക്കറിൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതൊന്ന് വിസിലൊക്കെ വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ വീണ്ടും ഒരു വിസിൽ വന്നു, പ്രഷറൊക്കെ പോയി. നമുക്ക് തുറക്കാം. ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർക്കണം. അതിന് മുന്നേ നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. ആദ്യം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഉടഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ലാസ്റ്റ് ചേർക്കുന്നത്. അത്യാവശ്യം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രേവി ഉണ്ട്. ഗ്രേവി ഇല്ലെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്തിട്ട് ഇനി കറി റെഡിയാക്കരുത്. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചേർക്കാം കേട്ടോ, തിക്കായിരിക്കും. നമ്മൾ അരപ്പ് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ തിക്കായി പോവും, കാഷ്യൂനട്ടൊക്കെ അരച്ചിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടു കൂടി അരപ്പ് ചേർക്കാം. ഇപ്പോൾ തക്കാളി ചേർത്തൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇത്തിരി കൂടി വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൽമണ്ട്സും കാഷ്യൂനട്ട്സും ഉണ്ട്, വേഗം തന്നെ കുറുകും അരപ്പ് ചൂടാവുന്നതനുസരിച്ച്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് ചൂടായി ആവി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളപ്പിക്കരുത്, തിളയ്ക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറി ആവി വന്നാൽ മതി. തിളച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല നമ്മുടെ കറി, ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിരിഞ്ഞൊന്നും പോവില്ല. പിരിയാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കുറുമയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള കുറുമയാക്കി എടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള കുറുമയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം അരപ്പിൻ്റെ കൂടെ ചേർക്കണ്ട. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളൊന്നും, മുളക് പൊടിയോ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്. വേറെ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായി വരണമല്ലോ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മുടെ കറിയിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് വീണ്ടും ഇതൊന്ന് കുറുകി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. ആ ചൂടുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ പീസുകളൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിലായതുകൊണ്ട്. 2 വിസിലാണെങ്കിൽ നമുക്ക് ചിക്കൻ പീസുകളൊക്കെ ഉടഞ്ഞു പോയി കിട്ടും. അപ്പോൾ ആ എല്ല് മാത്രമായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് എല്ലുള്ള ചിക്കൻ കൊണ്ട് ചെയ്യാണ് കേട്ടോ ടേസ്റ്റ്. എല്ലില്ലാത്ത പീസ് ഉപയോഗിച്ച് കുറുമ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എല്ലുള്ള പീസ് ഉപയോഗിച്ച് കുറുമ ഉണ്ടാക്കുമ്പോഴാണ്. ആ എല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫാറ്റും എല്ലാം കൂടി ഇറങ്ങി വന്നിട്ട് ചിക്കൻ കുക്കായി കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ കറി കുറുകി തുടങ്ങി. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്.
ചെറിയ ബർണറിലല്ല, വലിയ ബർണറിൽ തന്നെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വീണ്ടും കുറുകി വരും കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറുകി വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുറുകിയിരിക്കും കറി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അരപ്പിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറുമ ഉണ്ടാക്കി നോക്കാറുണ്ടോ കുക്കറിൽ? അല്ലാതെ പലരും ചിക്കൻ കുറുമ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ ഉള്ളിയൊന്നും വഴറ്റാതെ കുക്കറിൽ കുറുമ ഉണ്ടാക്കി നോക്കാറുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു റെസിപ്പിയാണോ ഏറ്റവും ഈസി, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ചെയ്യുന്ന റെസിപ്പിയാണോ ഏറ്റവും ഈസി എന്നുള്ളതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവി വന്ന് ഇതാ ബബിൾസ് വന്നു തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോഴേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്കിനി ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിയൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വറവിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ അത് നമ്മൾ വെജിറ്റബിൾ കുറുമയ്ക്കാണ് നെയ്യിൽ കൂടുതൽ ടേസ്റ്റോടുകൂടി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ ആവശ്യത്തിന് ഫാറ്റ് ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വീണ്ടും നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വല്ലാതെ ബ്രൗൺ ആയി പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഉള്ളി ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ ഉള്ളിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇതിൽ അധികം വെളിച്ചെണ്ണ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റേസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ റേസിൻസിൻ്റെയും അളവ് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. റേസിൻസ് ചേർക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ കിട്ടും നമ്മുടെ കുറുമയ്ക്ക്. റേസിൻസിൻ്റെ കൂടെ തന്നെ നമുക്കിനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ധാരാളമായിട്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എല്ലാം ചേർന്ന് വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ വഴറ്റിയെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ കുറുമ കുറുകി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു വറവും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വേണമെങ്കിൽ കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഒരു റെസിപ്പി? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.